നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കളി തോറ്റതിന് ശേഷം റാഫിഞ്ഞ എന്തൊക്കെയാണ് ഇന്നലെ കാട്ടിക്കൂട്ടിയത്? അത്ലറ്റിക്കോ മാഡ്രിഡിനോട് അഗ്രിഗേറ്റ് 3-2 തോറ്റുകൊണ്ട് FC ബാഴ്സലോണ യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ പുറത്തായല്ലോ. അതിനുശേഷം മാധ്യമങ്ങളോട് വിളിച്ചു പറഞ്ഞു ഇത് റോബറിയാണ്, ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണ് സംഭവിച്ചിരിക്കുന്നതെന്ന്. കൂടാതെ അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ആരാധകരോട് നിങ്ങൾ പുറത്താവും, അടുത്ത റൗണ്ട് പുറത്താകും എന്ന് പറയുന്ന റാഫിഞ്ഞയുടെ ആ ഒരു ദൃശ്യങ്ങൾ വലിയ രൂപത്തിൽ വൈറലായി. ഇപ്പോൾ അതിനാണ് റാഫിഞ്ഞ മാപ്പ് പറഞ്ഞിരിക്കുന്നത്. ഡൈസൺ ഫുട്ബോളിൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം റീലിന് താഴെയാണ് അദ്ദേഹത്തിൻ്റെ കമൻറ്റ് വന്നിരിക്കുന്നത്. അദ്ദേഹം പറയുന്നു, സോറി ഫോർ മൈ ജസ്റ്റർ, ഞാൻ ചെയ്ത എൻ്റെ ആ ഒരു പ്രവൃത്തിക്ക് ഞാൻ മാപ്പ് പറയുകയാണ്. തീർച്ചയായിട്ടും എൻ്റെ വാല്യൂസും എൻ്റെ ക്യാരക്ടറും കാണിക്കുന്ന ഒരു ജസ്റ്ററല്ല ഞാൻ അവിടെ കാണിച്ചത്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു മൊമെൻറ്റിൻ്റെ ഒരു ടെൻസിൽ അങ്ങ് സംഭവിച്ചു പോയതാണ്, ഫാൻസിനോട് റിപ്ലൈ ചെയ്തു പോയതാണ്. തീർച്ചയായിട്ടും അതെൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ഒരു തെറ്റായിട്ടുള്ള കാര്യമാണ്. ആ ഫാൻസ് എന്നെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യായിരുന്നു കഴിഞ്ഞ രാത്രിയിൽ. അപ്പോൾ ഞാൻ അവരോട് ആ ഒരു അതേ നാണയത്തിൽ തന്നെ മറുപടി പറഞ്ഞു പോയതാണ്, ഞാനതിന് മാപ്പ് പറയുന്നു എന്നാണ് ഇപ്പോൾ റാഫിഞ്ഞ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും റഫറിയുടെ തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ എന്നുള്ളത് ജോയൽ ലാപ്പോട്ട ഇന്ന് വീണ്ടും ആവർത്തിക്കുകയുണ്ടായി. ലാപ്പോട്ട പറഞ്ഞത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണ്. വീണ്ടും ബാഴ്സലോണ പരാതിയുമായിട്ട് യുവേഫയിലേക്ക് പോവുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.